ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ശാസ്ത്ര ഗവേഷണത്തിനും പഠനത്തിനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വയനാട് ദുരന്ത നിവാരണത്തിന് അനുവദിച്ച ധനസഹായത്തിൽ കേന്ദ്രം നിബന്ധനകൾ വയ്ക്കുന്നത് ശരിയല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായവരുടെ തുടർ പഠനം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ പ്രചാരം അതിവേഗം വ്യാപിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഝാർഖണ്ഡിൽ മേസ്രയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 70ാം വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ സ്ത്രീകൾ ഏറെ മുന്നോട്ട് വരികയാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ശാസ്ത്ര ഗവേഷണത്തിനും പഠനത്തിനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് നടക്കുന്ന സയന്റിസ്റ്റ് കോൺക്ലേവ് പരിപാടിയിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിലെ ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ശാസ്ത്ര മേഖലയുടെ മുന്നേറ്റത്തിന് അടിസ്ഥാന സൌകര്യ വികസനത്തോടൊപ്പം ശാസ്ത്ര പഠനവും ഗവേഷണവും മെച്ചപ്പെടേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൌകര്യങ്ങൾ കേരളത്തിലുടനീളം ലഭ്യമാക്കുന്ന കാര്യത്തിൽ സർക്കാർ അതീവ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 4 സയൻസ് പാർക്കുകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഗവേഷണത്തിന്റെ നിലവാരം ഉയർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ശാസ്ത്ര ഗവേഷണത്തിനും ശാസ്ത്ര പഠനത്തിനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. സംസ്ഥാന മലയോര ഹൈവേയിൽ കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം പൂർത്തിയായ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 34 കിലോമീറ്റർ റീച്ച് 195 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ സംഭവത്തിൽ ക്ഷേത്ര പരിസരം മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിച്ചു. അപകടം സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ ദാരുണവും നാടിനെ ഒരുപോലെ ഞെട്ടിച്ചതുമായ വലിയ ദുരന്തത്തിനാണ് ഈ പ്രദേശവും ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത്. ബന്ധപ്പെട്ടവരെല്ലാം ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത് നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. രണ്ടാമത്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 21 വരെ ജില്ലയിലെ ആന എഴുന്നള്ളിപ്പുകൾ റദ്ദാക്കാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കായിക മേഖല മെച്ചപ്പെടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തത് സർക്കാരിന്റെ പിഴവാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ദുരന്ത നിവാരണത്തിന് അനുവദിച്ച ധനസഹായത്തിൽ നിബന്ധനകൾ വയ്ക്കുന്നത് ശരിയല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഉപാധിരഹിതമായി കേരളത്തിന് കിട്ടേണ്ട സഹായമാണ് ചോദിക്കുന്നത്. ദുരന്ത ബാധിതരോടുള്ള കേന്ദ്രത്തിന്റെ സമീപനത്തിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് നടപടിയെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അനുവദിച്ച തുക 1.5 മാസം കൊണ്ട് പൂർണ്ണമായും ചെലവഴിക്കണമെന്ന് നിബന്ധന വയ്ക്കുന്നത് അവഗണന മാത്രമല്ല, പരിഹാസം കൂടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു. ആദ്യ മഹോത്സവ് 2025 രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഗോത്ര സമൂഹങ്ങളുടെ കരകൌശലം, സംസ്കാരം, ഭക്ഷണം തുടങ്ങിയവ പ്രചരിപ്പിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 6 പേരുടെ തുടർ പഠനം റദ്ദാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഹോസ്റ്റലിലും പരിസര പ്രദേശങ്ങളിലും നടത്തിയ പരിശോധനയിൽ മാരകായുധങ്ങൾ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ആലപ്പുഴയിൽ നടക്കുന്ന തണ്ണീർമുക്കം ഫെസ്റ്റ് നാളെ സമാപിക്കും. വൈവിധ്യമാർന്ന പരിപാടികളാണ് തണ്ണീർമുക്കം ഗ്രാമത്തിൽ നടക്കുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആലപ്പുഴയിൽ വേമ്പനാട്ട് കായലിന്റെ തീരത്തുള്ള തണ്ണീർമുക്കം ഗ്രാമം ഉത്സവ ലഹരിയിലാണ്. ഈ കായലോര ഗ്രാമത്തിന്റെ വികസനത്തിനും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനുമായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ള തണ്ണീർമുക്കം ഫെസ്റ്റ് 2025 ജനശ്രദ്ധ പിടിച്ചുപറ്റി. തണ്ണീർമുക്കം ചാലി നാരായണ ക്ഷേത്ര മൈതാനത്തും തണ്ണീർമുക്കം ബണ്ടിലുമായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും കലാപരിപാടികളും ഫുഡ് ഫെസ്റ്റും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച മേള സമാപിക്കും. നല്ല സിനിമകൾ മത്സരിച്ചിറങ്ങിയാൽ സിനിമാ മേഖല വിജയിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സിനിമ പരാജയപ്പെടാതിരിക്കാൻ സാമ്പത്തിക ചെലവ് കുറച്ച് നല്ല സിനിമ എടുക്കുകയാണ് വേണ്ടത്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നകലാതെ അർത്ഥവത്തായ സിനിമകളാണ് ഉണ്ടാകേണ്ടതെന്നും അതിനാവശ്യമായ സഹായം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ബേഠി ബച്ചാവോ ബേഠി പഠാവോ പദ്ധതിയുടെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്ലാന്റേഷൻ ഡ്രൈവിന് പാലക്കാട് ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. സ്കൂൾ മുറ്റത്ത് ഫലവൃക്ഷത്തൈ നട്ട് ജില്ലാ കളക്ടർ ജി പ്രിയങ്കയാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്ലാന്റേഷൻ ഡ്രൈവ് വിപുലമായി നടത്തുന്നതിന് 200ഓളം ഫലവൃക്ഷത്തൈകളാണ് തയ്യാറാക്കിയിരുന്നത്. ആദ്യ ദിനത്തിൽ മലമ്പുഴ ഗവൺമെന്റ് ITI, മാത്തൂർ MRS സ്കൂൾ, മലമ്പുഴ ചിൽഡ്രൻസ് ഗാർഡൻ എന്നിവിടങ്ങളിലാണ് വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ തൈകൾ നട്ടത്. പദ്ധതിയുടെ 10ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മാർച്ച് 8 വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, ആർത്തവ ശുചിത്വം, കരിയർ ഗൈഡൻസ്, നൈപുണ്യ വികസനം, സ്ത്രീകളെയും കുട്ടികളെയും കേന്ദ്രീകരിക്കുന്ന നിയമങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ക്ലാസുകൾ വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നുണ്ട്. വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽമേളയ്ക്ക് തുടക്കമായി. SD കോളേജിൽ നടക്കുന്ന തൊഴിൽമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ സജി ചെറിയാൻ, P പ്രസാദ് എന്നിവർ ചേർന്ന് നിയമന ഉത്തരവുകൾ കൈമാറി. ISL ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ നേരിടും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ISL മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോയുടെ സർവീസ് സമയം രാത്രി 11 മണിവരെ ദീർഘിപ്പിച്ചു. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-ന് വഡോദരയിലാണ് മത്സരം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സൂര്യാഘാത സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ജനശതാബ്ദി എക്സ്പ്രസിന് അധിക കോച്ച് അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള ട്രെയിനുകൾക്ക് ഈ മാസം 17 വരെയാണ് താൽക്കാലികമായി അധിക കോച്ച് അനുവദിച്ചത്. കോട്ടയത്തും സമീപ ജില്ലകളിലും ഉൾപ്പെടെ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. കോട്ടയത്ത് ഈ വർഷം ഇതുവരെ 8 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതായും DMO അറിയിച്ചു. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 7,890 രൂപയും പവന് 63,120 രൂപയുമാണ് ഇന്നത്തെ വില. നോർത്ത് ഗോവയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി ഫോട്ടോഗ്രാഫർ മരിച്ചു. കോട്ടയം കുടയമ്പടിയിൽ ഉണ്ണി രമേശാണ് മരിച്ചത്. ഇന്നലെ ഉണ്ണി സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും ഫോട്ടോഗ്രാഫറുമായ എറണാകുളം സ്വദേശി റിച്ചാർഡിന് പരിക്കേറ്റു. റേഡിയോ കിസാൻ ദിവസിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം ഇന്ന് കാസർഗോഡ് ബേഡകത്ത് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ബേഡകം തെങ്ങ് കർഷക സമിതിയുടെ സഹകരണത്തോടെ നടക്കുന്ന സെമിനാറിൽ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ശാസ്ത്ര ഗവേഷണത്തിനും പഠനത്തിനും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വയനാട് ദുരന്ത നിവാരണത്തിന് അനുവദിച്ച ധനസഹായത്തിൽ കേന്ദ്രം നിബന്ധനകൾ വയ്ക്കുന്നത് ശരിയല്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികളായവരുടെ തുടർ പഠനം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.